അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്ഷണങ്ങളേറെ ചുറ്റുപാടിലുണ്ടായിട്ടും അത് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ആത്മശുദ്ധി എന്ന് പറയുന്നതിനപ്പുറം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. റമദാൻ്റെ വലിയൊരു പ്രത്യേകത ഇത് പ്രാർത്ഥനയുടെ കൂടി മാസമാണ്. അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രാർത്ഥന എന്നുള്ളത്. റമദാനിൽ നമ്മൾ ഏറെ കാണുന്നതും പ്രാർത്ഥനയാണ്. 2 മാസം പ്രാർത്ഥിച്ച് റമദാനിനെ വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങി. റമദാൻ നമ്മളിലേക്ക് എത്തി. റമദാൻ ഷരീഫിൽ അൽഹംദുലില്ലാഹ് വലിയൊരു സമയവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. പ്രാർത്ഥന മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. പ്രാർത്ഥന മനുഷ്യനെ പുതുമയുള്ള ആളാക്കുന്നു. പ്രാർത്ഥന മനുഷ്യ മനസ്സിലെ കറകളെ നീക്കിക്കളയുന്നു. മനുഷ്യഹൃദയത്തെ വിശാലമാക്കുന്നു. നോക്കൂ, റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. മാഷാ അല്ലാഹ്. എന്തൊരു അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. ഒരു വിശ്വാസി ഒരു ദിവസത്തിലെ തന്നെ പല തവണകളിൽ, പ്രത്യേകിച്ചും നിസ്കാരശേഷമൊക്കെ പതിവായി ഇത് നിർവഹിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, പ്രാർത്ഥനയിലെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടേയിരിക്കുക. പല കാരണങ്ങളാൽ നമ്മുടെ വിശ്വാസത്തിന് ശക്തി കുറയും. അൽ ഈമാനു യസീദു വയൻകുസു. ഇത് വലിയൊരു പാഠമാണ്. റമദാൻ നമുക്ക് എന്ത് നൽകുന്നു എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസപരമായ ആരോഗ്യാവസ്ഥ നമ്മളിൽ നിലനിർത്തുന്നു. നോമ്പിൻ്റെ ആരോഗ്യം എന്നെടുത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒരു കാര്യം അതാണ്. വിശ്വാസപരമായ ആരോഗ്യാവസ്ഥ നമ്മളിൽ നോമ്പ് കാലം നിലനിർത്തുന്നു എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം നോമ്പ് എന്നത് വിശ്വാസികളുടെ ഒരു ഏർപ്പാടാണ്. ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ട കർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസ ശക്തീകരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഇസ്ലാം എന്ന ഒരു സംസ്കാരം നമ്മളിൽ രൂപപ്പെടണമെങ്കിൽ, ഇസ്ലാം ഒരു സംസ്കാരമാണ്, ഒരു ജീവിത ശൈലിയാണ്. ലോകത്ത് നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായ ജീവിത ശൈലികളെ കാണാൻ കഴിയും. നോക്കൂ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എത്രയേ സംസ്കാരങ്ങളാണ്, എത്ര വിശ്വാസ ആചാരങ്ങളാണ്, എന്തെല്ലാം തരം വ്യത്യസ്തങ്ങളായ അനുഷ്ഠാനങ്ങളാണ്. അവിടെ ഇസ്ലാമിക സമൂഹം ഈ ശൈലികളിൽ നിന്നൊക്കെ വ്യതിരക്തമായി നിൽക്കുന്നു. ഇസ്ലാം ഒരു വ്യത്യസ്തതയാണ്. ഇസ്ലാം ഒരു ശൈലിയാണ്. ജീവിതത്തിലെ തീർത്തും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിലെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമാണ്. ഇസ്ലാമിലെ ചര്യകൾ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ റമദാനിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ നിർഭരമാണ് റമദാൻ്റെ യാമങ്ങൾ, അല്ലേ? റമദാൻ്റെ പകലും രാത്രിയും പ്രാർത്ഥനാ നിർഭരമാണ്. പ്രാർത്ഥനയിലെ വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ. ഇവിടെ ഒന്നാം വചനം ഷഹാദത്ത്, ഈമാനിക ശക്തീകരണം, ചുരുങ്ങാൻ സാധ്യതയുള്ള വയൻകുസു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തങ്ങൾ തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചുരുങ്ങാൻ സാധ്യതയുള്ള ഒരു വസ്തുവിനെ വർദ്ധിപ്പിക്കാൻ, ശക്തിപ്പെടുത്താൻ ഒരു വിശ്വാസി ഏറ്റവും പരിശ്രമിക്കുന്നത് റമദാനു ഷരീഫിലാണ്. റമദാൻ കൊണ്ടുള്ള കൽപ്പന പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. അപ്പോൾ സത്യവിശ്വാസി എന്താ ചെയ്യുന്നത്? തൻ്റെ വിശ്വാസം എന്ന ഗുണത്തെ, വിശ്വാസം ഒരു ഗുണമാണ്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യനായി ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ അനുഗ്രഹമാണ് വിശ്വാസം, ഈമാൻ. അപ്പോൾ ആ ഈമാൻ ശക്തിപ്പെടുക, ഈമാൻ സ്ഥിരപ്പെടുക, ഈമാൻ നിലനിൽക്കുക, ഈമാൻ പരിപൂർണമാവുക എന്നതൊക്കെ ഒരു വിശ്വാസിയുടെ വലിയ കാര്യമാണ്. മാത്രമല്ല, വിശ്വാസം സ്വഭാവത്തെ സംസ്കരിക്കുന്നുണ്ട്. സ്വഭാവ സംസ്കരണം ആരോഗ്യത്തെ നിലനിർത്തുന്നു, ആരോഗ്യത്തെ ഉണ്ടാക്കുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, രോഗാവസ്ഥ ഉടലെടുക്കുന്നതിൽ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടല്ലോ. ഉണ്ട്. രോഗങ്ങൾ ഉടലെടുക്കുന്നതിൽ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്.
അപ്പൊ സ്വഭാവ സംസ്കരണം എങ്ങനെയാ സാധ്യമാവുന്നത്? വിശ്വാസ ശക്തീകരണത്തിലൂടെ. വിശ്വാസ ശക്തീകരണം എങ്ങനെ സാധ്യമാകും? ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തെ നിങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ നിങ്ങളിൽ വിശ്വാസ ശക്തീകരണം ഉണ്ടാകും. വിശ്വാസ ശക്തീകരണം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ സ്വഭാവ മഹിമയുണ്ടാകും. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവം നിങ്ങളിൽ രൂപപ്പെടും. അപ്പൊ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവം നിങ്ങളിൽ രൂപപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? നിങ്ങളുടെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് ഓർഗൻസും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓർഡറിലായിരിക്കും, ഡിസോർഡർ ആവില്ല. നോക്കൂ, ദേഷ്യം പിടിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്താ? ദേഷ്യം പിടിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ നഷ്ടപ്പെടും? മെമ്മറി പവർ കുറയും. എനിക്ക് ഓർമ്മശക്തി ഉണ്ടാക്കാൻ വല്ല ചികിത്സയും പറഞ്ഞു തരണം എന്നൊരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പം ലാ തഗ്ലബ്, നീ ദേഷ്യം പിടിക്കരുത്. നോക്കൂ, നീ ദേഷ്യം പിടിക്കരുത്. അപ്പോൾ റമദാനിലൂടെ സ്വന്തം വികാരത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തി ദേഷ്യം പിടിക്കുക എന്നതിനെ കൺട്രോൾ ചെയ്യാണ്. അവന് സാധ്യമാവുകയാണ്. അപ്പൊ ദേഷ്യം പിടിക്കാതിരിക്കാനുള്ള പരിശീലനം റമദാനിലൂടെ ഒരാൾ സ്വായത്തമാക്കുന്നുണ്ട്. അപ്പം ദേഷ്യം പിടിക്കുന്നതിലൂടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? മറവി രൂപപ്പെടും. അപ്പം മറവി വരാതിരിക്കാൻ എനിക്ക് വല്ല പോംവഴിയും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച സ്വഹാബിയോട് ലാ തഗ്ലബ് എന്ന് പറഞ്ഞത് നമ്മൾ വലിയൊരു കാര്യമായി എടുക്കണം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും റമദാൻ നമുക്ക് എന്തൊക്കെ നൽകുന്നു? വിശ്വാസ ശക്തീകരണം. അത് നമ്മൾ എവിടുന്നാ പിടിക്കണത്? റമദാനിലെ പ്രാർത്ഥനയിൽ നിന്ന്. പ്രാർത്ഥന ഏതാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള രണ്ടാം വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്തിഗ്ഫാർ ഒരു വിശ്വാസിയിൽ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൃദയശുദ്ധീകരണം. ഹൃദയശുദ്ധിയിലൂടെ ശരീരശുദ്ധി സാധ്യമാണ്. എന്തുകൊണ്ട്? ഹൃദയത്തിലാണ് ആത്മാവ് കുടികൊള്ളുന്നത്. ആത്മാവിൻ്റെ ഗുണം പലപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്നത് മനോവൈകല്യങ്ങളും വിചാരവൈകൃതങ്ങളുമാണ്. അപ്പൊ വിചാരവൈകല്യങ്ങളെയും വിചാരവൈകൃതങ്ങളെയും വിപാടനം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ വിശ്വാസ ശക്തീകരണത്തിന് സാധിക്കും. 1400 വർഷം മുമ്പ് അറേബ്യൻ സമൂഹത്തിൻ്റെ സംസ്കാര പരിവർത്തനം, അതായത് അവരുടെ ശൈലീ മാറ്റം, വെറും 23 വർഷക്കാലം കൊണ്ട് ഒരു പ്രത്യേക ശൈലിയിൽ നിന്നും, ആളുകൾ കണ്ടാൽ അറുപ്പും വെറുപ്പും തോന്നുന്ന ഒരു ശൈലിയിൽ നിന്ന് വളരെ അനുഭൂതി നൽകുന്ന സംസാരത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ആളുകളായി മാറാൻ സ്വഹാബി വര്യന്മാർ റളിയല്ലാഹു അൻഹും അവർക്ക് കഴിഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ? അവർ വിശ്വാസത്തിലൂടെ ഹൃദയശുദ്ധി സാധ്യമാക്കി. അതിലൂടെ അവരിൽ പെരുമാറ്റ ശുദ്ധിയും സാധ്യമായി, ശരീരശുദ്ധിയും സാധ്യമായി. അപ്പം നോമ്പിൻ്റെ ആരോഗ്യം, നോമ്പിലൂടെ ഒരാൾ എങ്ങനെയാണ് ആരോഗ്യത്തിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ വിശ്വാസ ശക്തീകരണത്തിലൂടെയാണ്. വിശ്വാസം രോഗവിപാടനം സാധ്യമാക്കുമെന്നൊരു പാഠമുണ്ട്. കാര്യം അവിടെ ജീവിതശുദ്ധിയുണ്ട്. ജീവിതശുദ്ധിയിൽ നിന്നാണ് ശരീരശുദ്ധി സാധ്യമാവുന്നത്. അപ്പൊ ശരീരശുദ്ധി സാധ്യമാവണമെങ്കിൽ വിശ്വാസശുദ്ധി ആവശ്യമാണ് എന്ന് തന്നെ വരും. ചിട്ടകൾ രൂപപ്പെടുക ഒരാളുടെ നടപടിക്രമങ്ങളില്ലേ, രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ഒരാളുടെ നടപടിക്രമങ്ങൾ ശുദ്ധിയായി തീരുന്നത് വിശ്വാസത്തിൻ്റെ കരുത്തിലാണ്. അപ്പം നമ്മൾ പരിശുദ്ധ റമദാനിൽ 1-ാം നോമ്പ് മുതൽ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും 30 ദിവസങ്ങളിലും നമ്മൾ പറയുന്ന ഒരു വചനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ വിശ്വാസവർദ്ധനവും വിശ്വാസ ശക്തീകരണവും നമ്മളിൽ ഉണ്ടാകുന്നു. അപ്പം ആവശ്യമില്ലാത്ത വസ്തുതകളെ നിരാകരിക്കാനുള്ള ഒരു കരുത്താണ് ഒരു വിശ്വാസി നേടിയെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു പ്രത്യേക ഗുണം. ഇപ്പോൾ വിശ്വാസികളുടെ ഒരു ഗുണം ഖുർആനിൽ പറയുന്ന ഒരു വചനം എന്താണ്? വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ. അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. എന്നുവെച്ചാൽ വിശ്വാസിയാവുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുന്നൊരു ഗുണമാണ് അനാവശ്യ കാര്യങ്ങളിൽ അയാൾക്ക് ഇടപെടാൻ കഴിയില്ല. അപ്പം ആവശ്യമുള്ളതിൽ മാത്രം അയാൾ വ്യാപൃതനാവും.
അയാൾ ചെയ്യുന്നതും പറയുന്നതും ആവശ്യമുള്ളത് മാത്രമായിരിക്കും. നമ്മളിപ്പം നോമ്പ്, ആരോഗ്യം നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തു പോകുന്ന അങ്ങനെ കൂടിയാണ്. നോമ്പ് ഒരു മനുഷ്യനെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു? മനുഷ്യൻ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ്, ജീവൻ, 3 ശക്തിയാണ് ഇവിടെ വിഷയം. ശരീരശക്തി, മനഃശക്തി, ജീവശക്തി. ഇതിനെ ഒരു ഇസ്ലാമിക ശാസ്ത്ര വീക്ഷണത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസ ശക്തീകരണത്തിലൂടെ സ്വഭാവ സംസ്കരണം സാധ്യമാവുന്നു. സ്വഭാവ സംസ്കരണം സാധ്യമാവുന്നതിലൂടെ പെരുമാറ്റ രീതികൾ മുഴുവൻ നന്നാകുന്നു. എന്ന് വെച്ചാൽ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ്. അതായത് ഇപ്പോൾ ഭക്ഷണത്തിൽ വിട്ടു നിൽക്കുന്നു. ഭക്ഷണത്തിൽ വിട്ടു നിൽക്കുമ്പോൾ തന്നെ പ്രധാനമായും അവരിൽ ഒരുപാട് അടക്കങ്ങൾ, ഒതുക്കം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തടുത്ത് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്ന പരിപാടിയിലൊന്നും ഇയാൾ ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അനാവശ്യങ്ങൾ നമ്മളിൽ വർദ്ധിക്കുമ്പോഴാണ് രോഗങ്ങൾ ഉടലെടുക്കുന്നത്. അത് ഭക്ഷണമായാലും പാനീയമായാലും വസ്ത്രധാരണമായാലും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതായാലും സംഗീതാസ്വാദനമായാലും പരിധി ലംഘിക്കുമ്പോഴാണ് മനുഷ്യൻ രോഗിയാവുന്നത്. എല്ലാ മനുഷ്യൻ അനുവദിക്കപ്പെട്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യനുള്ളതാണ്, എല്ലാ മനുഷ്യൻ അനുവദിക്കപ്പെട്ടതാണ്. അതിൻ്റെ ഒരു പരിധി ലംഘിക്കുന്നിടത്താണ് ശരീരത്തിന് അത് ദോഷമായി ഭവിക്കുന്നത്. ഉദാഹരണം ഭക്ഷണം തന്നെ. നമ്മളിപ്പോൾ നോമ്പിലൂടെ ഏറ്റവും പ്രധാനമായി പരിശീലിക്കുന്നത് എന്താ? ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ. ശരി, ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പം അത് ശരീരത്തിന് നൽകുന്ന സുഖം എന്താണ്? നമ്മൾ 3-4 ദിവസമായി അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആ ഒരു സുഖം. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, നോമ്പ് മുറിച്ചാലാണ് ക്ഷീണം. ശരി, നോമ്പ് അപ്പോൾ പകൽ നേരം ക്ഷീണമില്ലാത്തൊരാൾ നോമ്പ് മുറിച്ചാലാണ് ക്ഷീണം എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ക്ഷീണമുണ്ടാകുന്നത്? സത്യത്തിൽ പഴങ്ങളും പാനീയവും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ക്ഷീണമാണോ വരേണ്ടത്? ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നോമ്പ് പകല് നല്ല റാഹത്താണ്, നോമ്പ് മുറിക്കുമ്പോഴാണ് ക്ഷീണമുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറം അളവിൽ ഒരു പക്ഷേ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ. അപ്പോൾ ഭക്ഷണം കഴിക്കൽ ആരോഗ്യമാണോ അനാരോഗ്യമാണോ എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് സീരിയസ് ആയി നമ്മൾ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ അളവ് തെറ്റുമ്പോഴും അതിൻ്റെ ക്രമം തെറ്റുമ്പോഴും നമ്മൾ രോഗിയായിത്തീരും, അവശത അനുഭവിക്കേണ്ടി വരും, ക്ഷീണമുടലെടുക്കും. അപ്പം നോമ്പിലൂടെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു വലിയ പാഠമാണത്. അപ്പം വിശ്വാസം, സംസ്കാരം, സ്വഭാവമഹിമ, അതിലൂടെ ശരീരത്തിനുണ്ടാകുന്ന സൗഖ്യം, ഇതിങ്ങനെ തന്നെ വേണം പഠിക്കാൻ. ഞാൻ തുടങ്ങിയത് നോമ്പ് കാലത്ത് വിശ്വാസി ഏറ്റവും കൂടുതൽ മുഴുകുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിലെ പ്രധാന ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം വിശ്വാസ ശാക്തീകരണമാണ്. വിശ്വാസ ശാക്തീകരണത്തിൽ ഉണ്ടാകുന്ന വലിയൊരു ഗുണം ജീവിത ചിട്ടയും സ്വഭാവ മഹിമയുമാണ്. ജീവിതത്തിൽ ചിട്ടയുണ്ടാകുമ്പോൾ ഒരാൾക്കുണ്ടായിത്തീരുന്ന ഗുണമെന്ന് പറയുന്നത് ശരീരം എപ്പോഴും ആരോഗ്യത്തിലായിരിക്കും, ശുദ്ധിയിലായിരിക്കും, രോഗം അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായും പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ വചനം നമ്മൾ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്കിൻ്റെ പ്രത്യേകത എന്താ? എൻ്റെ വാക്കിനാലോ പ്രവൃത്തിയാലോ എന്നിലുണ്ടായ അഴുക്കുകളെ നീക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വാക്കിനാലോ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, എൻ്റെ വാക്കിനാലോ എൻ്റെ പ്രവൃത്തിയാലോ എൻ്റെ ശരീരത്തിലുണ്ടായ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ എന്താണ് ഉണ്ടായിത്തീരുന്നത്? എൻ്റെ വാക്കിനാലോ എൻ്റെ പ്രവൃത്തിയാലോ എൻ്റെ ഇടപെടലിനാലോ ഉണ്ടായിത്തീർന്ന അഴുക്കുകളെ എൻ്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിക്കിട്ടണമെന്നാണ്. അപ്പം ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകളിൽ നിന്നാണ് രോഗം. ഈ അഴുക്കുകൾ ഭക്ഷണത്തിലേതോ വാക്കുകൊണ്ടോ മറ്റു പെരുമാറ്റം കൊണ്ടൊക്കെ സംഭവിക്കാം. പല രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് എത്തും, പല രൂപത്തിലെത്തും. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന 2ാം വാക്ക് പറയലിലൂടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ശുദ്ധീകരണമാണ്, വിമലീകരണമാണ്, മലിനമുക്തമാക്കുക എന്നതാണ്. ഒരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങളിലേക്ക് നമ്മളൊന്ന് എത്തിച്ചേരുമ്പം അത്ഭുതപ്പെട്ടു പോകും.
അപ്പം റമദാൻ ആരോഗ്യം നൽകുന്നു ആത്മശുദ്ധിയിലൂടെ. അതിനപ്പുറം പട്ടിണി കിടക്കലിലൂടെയുള്ള ആരോഗ്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന് റമദാനിലെ നോമ്പ് ആവശ്യമില്ലല്ലോ. റമദാനിലെ നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ആരോഗ്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ശൈലിയിലൂടെയാണ്. അപ്പം അസ്തഗ്ഫിറുല്ലാ എന്നതിനെ വിശ്വാസി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്തുണ്ടായിത്തീരുന്നു? ശരീരശുദ്ധി അപ്പാടെ സംഭവിക്കുന്നു. കൃപാലുവായ അള്ളാഹു തൻ്റെ അടിമയുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ എല്ലാത്തരം അഴുക്കുകളെയും നീക്കിത്തരുന്നു. അതിലൂടെ നമുക്ക് എന്ത് സാധ്യമാകുന്നു? മനസ്സുഖം മാത്രമാണോ? അല്ല, മനസ്സുഖത്തോടൊപ്പം ശരീരസുഖം കൂടി നമുക്ക് സാധ്യമാവുന്നു. ശരീരസുഖത്തിൻ്റെ പേരാണ് സ്വസ്ഥത, അല്ലെങ്കിൽ സ്വാസ്ഥ്യം, അല്ലെങ്കിൽ രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റമദാൻ അങ്ങനെ ഒരു പഠനത്തിൻ്റെയും ചിന്തയുടെയും മാസമായി നമുക്ക് അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ. രോഗമില്ലാത്ത ശരീരം, വൈകല്യങ്ങളില്ലാത്ത മനസ്സ്, ശക്തിയുടയ ആത്മാവ്, അങ്ങനെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.